നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊല. രക്ഷപ്പെട്ട പ്രതി ചെന്താമരയെ ചൊവ്വാഴ്ച രാത്രി വരെയും കണ്ടെത്താനായില്ല. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ച് പോലീസ്. മണ്ണാർക്കാട് പാലക്കയം ഇരുമ്പകച്ചോലയിൽ പുലി സാന്നിധ്യമുള്ളതായി വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ആടിനെ കടിച്ചു കൊന്നത് പുലി തന്നെ. പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ചെർപ്പശ്ശേരി നഗരസഭയിൽ MCF നിർമ്മിക്കുന്നതിന് കാറൽമണ്ണയിലെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം. UDFിന്റെ അഴിമതി ആരോപണങ്ങൾ വികസനത്തിന് തടയിടാനെന്ന് നഗരസഭാ ചെയർമാൻ. വേറെ സ്ഥലമുണ്ടെങ്കിൽ UDFിന് പ്രപ്പോസൽ ചെയ്യാമെന്നും ചെയർമാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി S1 കലോത്സവം മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ തുടങ്ങി. വിവിധ രചനാ മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത്. വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. കുറ്റപ്പാലത്ത് റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സർക്കാരിന്റെ അനാസ്ഥയെന്ന് നേതാക്കൾ. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകളായാണ് പരിശോധന നടത്തുന്നത്. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി വരെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇരട്ടക്കൊലപാതകത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതി ചെന്താമരയെപ്പറ്റി ചൊവ്വാഴ്ച രാത്രി വരെ പോലീസിന് വിവരം ലഭിച്ചില്ല. പ്രതിയെ കണ്ട പോത്തുണ്ടി, നെല്ലിയാമ്പതി പ്രദേശങ്ങളിലെല്ലാം നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അന്വേഷണം നടത്തി. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിൽ ആകെ 7 അംഗങ്ങളുള്ള 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് പകുതി ഉപയോഗിച്ച വിഷക്കുപ്പി കണ്ടെടുത്തതിനാൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ മലയിലും കുളങ്ങളിലും കിണറുകളിലുമെല്ലാം പോലീസ് പരിശോധിച്ചു. കോഴിക്കോടും പ്രതി എത്തിയെന്ന വിവരത്തെ തുടർന്ന് പരിശോധന നടത്തി. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അയൽവാസികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് തിങ്കളാഴ്ച ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിനു ശേഷം വീട്ടിലെത്തിച്ചു. നെന്മാറ പഞ്ചായത്ത് ശ്മശാനത്തിലും എലവഞ്ചേരിയിലുമായി സംസ്കാരം നടന്നു. മണ്ണാർക്കാട് പാലക്കയം ഇരുമ്പകച്ചോലയിൽ പുലി സാന്നിധ്യമുള്ളതായി വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ഇഞ്ചിക്കുന്ന് ചീരാങ്കുഴി ജോസഫിന്റെ ആടിനെ വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ആക്രമിച്ചത് കടുവയാണോ എന്ന നാട്ടുകാരുടെ ആശങ്കയെ തുടർന്നാണ് വനംവകുപ്പ് പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തിയത്. പുലിയുടെ സാന്നിധ്യമുള്ളതായി സംശയിക്കുന്ന കണ്ടംപൊട്ടി, വട്ടപ്പാറ, പായപ്പുല്ല്, ഇരുമ്പകച്ചോല ഭാഗങ്ങളിലെ വനാതിർത്തികളിലും സ്വകാര്യ തോട്ടങ്ങളിലും വനംവകുപ്പ് പരിശോധന നടത്തി. ഇരുമ്പകച്ചോല ഭാഗത്ത് പുലിയുടേതിനു സമാനമായ കാൽപ്പാടുകൾ കണ്ടതായി വനംവകുപ്പ് അറിയിച്ചു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു, കുര്യൻ, O നാരായണൻകുട്ടി, തനുജ, കൃഷ്ണൻകുട്ടി തുടങ്ങിയ ജനപ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു. ആടിന് നഷ്ടപ്പെട്ട ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും ഇഞ്ചിക്കുന്ന് ഭാഗത്ത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനും പുലിയുടെ കാൽപ്പാടുകൾ കണ്ട ഇരുമ്പകച്ചോല ഭാഗത്തും തുടർച്ചയായി വന്യജീവി നിരീക്ഷണവും രാത്രികാല പരിശോധനയും നടത്താനും തീരുമാനമായി. ചെർപ്പശ്ശേരി നഗരസഭയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ നിർമ്മിക്കുന്നതിന് കാറൽമണ്ണ ചീനിക്കപ്പാറയിലെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമെന്ന് നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ. വലിയ വികസനങ്ങൾ കാണുമ്പോഴുള്ള അസഹിഷ്ണുതയാണ് UDFിനെ ഇത്തരം ആരോപണങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. കളക്ടർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. ഇതൊരു ഭാവി പദ്ധതിയാണ്. ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നടപ്പായിക്കൊള്ളണമെന്നില്ല. വേറെ അനുയോജ്യമായ സ്ഥലമുണ്ടെങ്കിൽ ആർക്കും പ്രപ്പോസൽ ചെയ്യാം. മറിച്ചുള്ള ആരോപണങ്ങൾ വികസനത്തിന് തടയിടാൻ വേണ്ടി മാത്രമാണെന്നും ചെയർമാൻ പറഞ്ഞു. ഈ സ്ഥലം വാങ്ങണമെന്നൊരു താല്പര്യം നമുക്കില്ല. അതിൽ അഴിമതിയാണെന്ന് പറയാം. ഞാൻ പറയുന്നു, ഇത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ചിലപ്പോൾ എൻ്റെ കൗൺസിലിൻ്റെ കാലത്തോ പ്രായോഗികമാകുന്ന സ്ഥലം വാങ്ങുന്നത്. അതിന് ഫണ്ടിനൊന്നും ആവശ്യപ്പെടാൻ വേണ്ടി പ്രൊസീജിയർ അല്ല. നമ്മൾ പ്രൊജക്റ്റ് വെക്കുന്നത് എപ്പോഴും KSWMPയുടെ ഫണ്ട് വെച്ചാണ്. അവർ 7 കോടി രൂപ ഒന്നും ചെലവഴിക്കാൻ കഴിയാതൊക്കെ ഇവിടെ ഈ സ്ഥലത്ത് ചെലവഴിക്കാൻ കഴിയില്ലായിരുന്നു. നമ്മൾ ആ സ്ഥലത്ത് അടിയിൽ മുഴുവൻ പ്ലാസ്റ്റിക് ആണെന്നും അതിൻ്റെ ഉള്ളിൽ 1 രൂപ പോലും അവർ ചെലവഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. നമ്മൾ ആധുനിക RRF വെച്ചാണ്. അപ്പോൾ പുതിയ സ്ഥലം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള അവരുടെ നിർദ്ദേശത്തിന് അവരെന്നെ അപേക്ഷിക്കാൻ പറയുന്ന ഭാഗമായിട്ട് അപേക്ഷിച്ചുണ്ടായ ഒരു പദ്ധതിയെ ഇത്തരത്തിൽ ആക്ഷേപിച്ച് അത് മുടക്കുന്നത് ചെർപ്പശ്ശേരിയുടെ വികസനത്തിന് താല്പര്യമുള്ളവരല്ല. നേരെ മറിച്ച് അത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ അവസാനിപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലാതെ അതിനെപ്പറ്റി അന്വേഷിച്ച് ആർക്കും ബോധ്യമാവും. അപ്പം അത്തരത്തിൽ
ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ്. അത് എല്ലാവരുടെയും ആശങ്ക മാറ്റുക. എപ്പോഴേക്കും ഇത് അമ്പലത്തിൻ്റെ പ്രദേശത്ത് ചില ആളുകൾ കളക്ടറെ പോയി കണ്ടു, കളക്ടറെ താലൂക്കുന്നു എന്നുണ്ട്, കൊണ്ടു അടുത്തുണ്ട്, അതൊക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യൂ. പിന്നെ ടൂറിസം എന്ന നിലയ്ക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്ഥലം പരിശോധിക്കുകയും അവർ അവിടെ സ്വകാര്യ മേഖലയിലോ ഈ പൊതു ഉടമയിലോ എവിടെയെങ്കിലും ടൂറിസത്തിന് സാധ്യത സ്ഥലമാണ്, ഡെസ്റ്റിനേഷൻ സെൻ്ററായി കണ്ടെത്തിയ സ്ഥലമാണത്. ചീനിക്കപ്പാറ ചെർപ്പശ്ശേരി നഗരസഭയിൽ ടൂറിസത്തിന് സാധ്യത സ്ഥലമായി കണ്ടെത്തിയ സ്ഥലമാണ്. അപ്പോൾ ഭാവിയിൽ സ്വകാര്യ മേഖലയിലോ സർക്കാരുകളിലോ ഒക്കെ അത്തരം സാധ്യത കൂടി ഉണ്ടെന്നൊക്കെ, അല്ലാതെ അതിൻ്റെ വിലയെ പറ്റിയോ ഒന്നും ഒരു സംസാരം ഉണ്ടായില്ല. ഈ സ്ഥലവുടമയായിട്ട് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല. സ്ഥലവുടമ ഒരു 6 മാസത്തിനിപ്പുറം കാണുകയോ ഫോൺ ചെയ്യുകയോ, സ്ഥലവുടമ അയാളുടെ ഭാഷയിൽ അയാൾ നേരിട്ട് നഗരസഭയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ അത് എത്ര രൂപയ്ക്ക് വാങ്ങണമെന്നോ അയാളുടെ ആഗ്രഹം എനിക്ക് 35,000 രൂപ എന്ന് തരാൻ തയ്യാറായാലും ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തീരുമാനിച്ചത് ബാക്കിയെല്ലാം ശരിയാകുന്നത് നെഗോഷിയേഷനിലൂടെ വാങ്ങാതെ വെച്ച് എന്താ നെഗോഷിയേഷൻ നടത്തും? അവർക്ക് വാങ്ങാൻ തീരുമാനിച്ചതാണോ? കലക്ടർ വാല്യുവേഷൻ കിട്ടിയതിന് ശേഷമേ നെഗോഷിയേഷൻ ആവശ്യമുള്ളൂ. കലക്ടർ വാല്യുവേഷൻ കിട്ടി സർക്കാർ ഫണ്ട് അനുവദിച്ചെന്നാൽ മാത്രമാണ് നെഗോഷിയേഷൻ ആവശ്യമുള്ളത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെർപ്പശ്ശേരിയിലെ വികസനത്തെ തുരങ്കം വയ്ക്കുന്നത് ശരിയല്ല. നഗരസഭ ആ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ആളുകളുടെ ആശങ്ക മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ഈ കൗൺസിലിന് അത്ര ഒരു വാശിയില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ പലതും നടത്താൻ കഴിഞ്ഞ കൗൺസിലാണ് ഈ കൗൺസിൽ. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതിനെതിരെ സർക്കാർ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതിനെതിരെ സർക്കാർ അനാസ്ഥ ആരോപിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം ടൗണിൽ റേഷൻ കടയ്ക്ക് മുൻപിൽ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, നേതാക്കളായ ഗിരീഷ് മാസ്റ്റർ, PS ജഗദീഷ് ശങ്കർ, NK കൃഷ്ണൻകുട്ടി, N വിജയകുമാർ, PJ സാമുവൽ, MJ അബ്രഹാം, P അശോകൻ, TP സജീവ്, നഗരസഭാ കൗൺസിലർമാരായ M ഗോപൻ, ആതിര നാരായണൻ, PT രാധ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് കോട്ടോപ്പാടം മേലെ അരിയൂരിലെ അരി വിപണന കേന്ദ്രത്തിൽ പരിശോധന. പ്രമുഖ ബ്രാൻഡഡ് ബസുമതി അരിയുടെ വ്യാജ ബാഗുകളും സമ്മാന കൂപ്പണും പിടിച്ചെടുത്തു. മേലെ അരിയൂരിലെ PS അഗ്രോ ഫുഡ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. പ്രമുഖ അരി വിപണന കമ്പനിയായ ഡൽഹിയിലെ KRB ലിമിറ്റഡിന്റെ ഇന്ത്യ ഗേറ്റ് എന്ന ബ്രാൻഡിന്റെ ലേബലുകൾ ബാഗുകളിൽ വ്യാജമായി പ്രിന്റ് ചെയ്ത് അതിൽ ഗുണനിലവാരം കുറഞ്ഞ അരി ഇന്ത്യ ഗേറ്റ് അരിയാണെന്ന വ്യാജേന വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് KRB അധികൃതർ കോടതി വിധിയുമായി എത്തി പരിശോധന നടത്തിയത്. ബാഗുകൾക്ക് പുറമെ കമ്പനി ഉപഭോക്താക്കൾക്കായി നൽകുന്ന സമ്മാന കൂപ്പണുകളുടെ വ്യാജ പകർപ്പുകളും പിടിച്ചെടുത്തു. അരിയുടെ ഗുണനിലവാരം സംബന്ധിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അരിയൂരിലെ സ്ഥാപനത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് കമ്പനി ഉടമകൾ ഡൽഹി ഹസാരി കോടതിയെ സമീപിക്കുകയും പരിശോധനയ്ക്കുള്ള അനുമതി നേടുകയുമായിരുന്നു. മണ്ണാർക്കാട് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. അരിയൂരിലെ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് മാർക്കറ്റിൽ നിന്ന് പല പാചകക്കാരും പല റെസ്റ്റോറൻറ്റുകാരും കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. നിങ്ങളുടെ അരി എന്താണ് കുഴഞ്ഞു പോകുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ 25 വർഷം പാരമ്പര്യമുള്ള കമ്പനിയാണ്. ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത കമ്പനിയാണ്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിച്ച് മേടിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യ ഗേറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ്. അതായത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ആൾക്കാർ വിശ്വസിക്കുന്നതും കല്യാണങ്ങളിലും മംഗലകർമ്മങ്ങളിലും എല്ലാ കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കടക്കാരായിട്ടും പാചകക്കാരായിട്ടും ഈ റെസ്റ്റോറൻറ്റ് ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് പല സ്ഥലത്തു നിന്നും നമുക്ക് കംപ്ലൈൻറ്റുകൾ വരാൻ തുടങ്ങി. അരി കുഴഞ്ഞു പോകുന്നു, അരി എന്താണ് നിങ്ങൾ മാറ്റിക്കളഞ്ഞോ? അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ചാക്കും ഈ ചാക്കും എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസം കണ്ടപ്പോഴാണ് നമ്മൾ ഡീപ്പിലി നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ഞങ്ങളുടെ പിള്ളേരെ അന്വേഷിച്ചപ്പോൾ ചാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അരികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാരാ സപ്ലൈ ചെയ്യണമെന്ന് അറിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ PS ആഗ്രോ എന്നും പറഞ്ഞിട്ട് മണ്ണാർക്കാടുള്ളൊരു പാർട്ടിയാണെന്ന് അറിയുകയും ഞങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഇവരുടെ പുറകെ നമ്മൾ നിൽക്കുകയും നമ്മളത് ഡൽഹിയിൽ കേസ് കൊടുക്കുകയും ഡൽഹി ഹൈക്കോടതി
എന്ന് നമുക്ക് ഇവിടെ സെർച്ച് വാറൻറ്റിനായിട്ടുള്ള അനുമതി കിട്ടുകയും അവിടുന്ന് LC അതായത് ലോക്കൽ കമ്മീഷൻ വരികയും ഇവിടെ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട SHO രാജേഷ് സാർ അവരുടെ സഹായത്തോടു കൂടി 2-3 പോലീസുകാരെ വിടുകയും നമ്മളിപ്പോൾ റെയ്ഡ് ചെയ്ത് ഇവിടെ ഏകദേശം ഒരു 10-60 ചാക്കും കാലിച്ചാക്കുകളും കൂപ്പൺ, അതായത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കൂപ്പണുകൾ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അത് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കത് പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഇപ്പോഴും തന്നിട്ടില്ല. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് റെയ്ഡ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ നടത്തിയ പ്രവർത്തനം ഇന്നൊരു സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാം സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. യുവാവിന് ആൾക്കൂട്ടമർദ്ദനത്തിൽ പരിക്കേറ്റതായി പരാതി. കരുവാരക്കുണ്ട് പുന്നക്കാട് മില്ലുംപടി സ്വദേശി കുന്നത്ത് ജസീറിനാണ് പരിക്കേറ്റത്. ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാവിലെ 11-ന് പുന്നക്കാട് മില്ലുംപടിയിലാണ് സംഭവം നടന്നത്. പുന്നക്കാട് മില്ലുംപടി സ്വദേശിയായ കുന്നത്ത് ജസീർ പാണ്ടിക്കാട്ടെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് 70,000 രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ 850 രൂപയാണ് അടവാക്കേണ്ടത്. ഇത് പിരിക്കാനായി എത്തിയ പാണ്ടിക്കാട് സ്വദേശിയായ കളക്ഷൻ ഏജന്റ് ജസീറിന്റെ ഭാര്യയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഭർത്താവ് ഉടൻ വരുമെന്നും പണം അപ്പോൾ നൽകുമെന്നുമായിരുന്നു മറുപടി. എന്നാൽ കളക്ഷൻ ഏജന്റ് ജസീറിന്റെ ഭാര്യയോട് കർക്കശമായി പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ സംഭവസ്ഥലത്തെത്തിയ ജസീർ പണം കളക്ഷൻ ഏജന്റിനെ ഏൽപ്പിക്കുകയും ഭാര്യയോട് കർക്കശമായി പെരുമാറിയത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത് ചെറിയ സംഘർഷത്തിലേക്ക് നയിച്ചെങ്കിലും സമീപവാസികൾ ഇടപെട്ട് ഇരു കൂട്ടരെയും പിന്തിരിപ്പിച്ചു. എന്നാൽ പിന്നീട് 4 പേരുമായി വന്ന കളക്ഷൻ ഏജന്റ് വടിയും മറ്റു മാരകായുധങ്ങളുമായി ജസീറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. മർദ്ദനത്തിന് എത്തിയവരുടെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് 3 പേരെ കരുവാരക്കുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ജസീർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. റോഡ് നവീകരണത്തിന് മുമ്പ് റോഡിലെ ജലവിതരണ പദ്ധതിയുടെ ദ്രവിച്ച പൈപ്പ് മാറ്റാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പാറൽ മണലായ കണ്ടഞ്ചിറ റോഡിൽ ജലനിധി പദ്ധതിയുടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന പരാതിയുമായി റോഡ് പുനരുദ്ധാരണ സമിതി പ്രവർത്തകർ ജലനിധി ഓഫീസിലെത്തി. അടുത്ത ദിവസം മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പരിഹരിക്കാൻ തീരുമാനമെടുക്കുമെന്ന് ജലനിധി സ്കീം ലെവൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പാറൽ മണലായ കണ്ടംചിറ റോഡിൽ ഈസ്റ്റ് മണലായ ജലനിധി കുടിവെള്ള പദ്ധതിയുടെ മെയിൻ പമ്പിംഗ് പൈപ്പ് 20 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ്. ഈ പൈപ്പ് പലയിടത്തായി പൊട്ടലുണ്ടാവുമ്പോൾ റോഡ് തകരുന്നുവെന്ന പരാതിയുമായി റോഡ് പുനരുദ്ധാരണ സമിതി പ്രവർത്തകർ വെസ്റ്റ് മണലായ ജലനിധി സ്കീം ലെവൽ കമ്മിറ്റി ഓഫീസിലെത്തി. പ്രശ്നം ചൂണ്ടിക്കാട്ടി മുമ്പ് പലതവണ പരാതിപ്പെട്ടിരുന്നുവെന്നും അടിയന്തര പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാറൽ മണലായ റോഡിൻ്റെ ഈ അവസ്ഥക്ക് കാരണം വന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം സപ്ലൈ ചെയ്യുന്ന ജലസ്രോതസ് പാറൽ പള്ളിയുടെ അടുത്താണ്. ഏകദേശം 1250 മീറ്ററോളം ഉള്ള ഈ പമ്പിംഗ് ലൈന് പൂർണ്ണമായും പാറൽ മണലായ റോഡിൻ്റെ നടുഭാഗത്തു കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത് സ്ഥിരം പതിവാണ്. അതുകൊണ്ട് റോഡ് ഏത് സമയത്തും വളരെ മോശമായ രീതിയിലാണ്. ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒരു സ്ഥിരം സംവിധാനം കാണാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ജലനിധി ഓഫീസിൽ എത്തിയത്. നമ്മുടെ നിലവിലുള്ള പാറൽ മണലായ കണ്ടഞ്ചിറ റോഡ് വീതി കൂടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ അകത്ത് പഴയ കാലത്ത് കിടക്കുന്ന കുറേ പൈപ്പുകളുണ്ട്. ജലനിധി പദ്ധതിയുടെ KWD ഒക്കെ തന്നെ ആ പൈപ്പ് മാറ്റി സ്ഥാപിക്കാത്തത് കൊണ്ട് ഏത് ഫണ്ട് ഉപയോഗിച്ചാലും ആ റോഡ് ഏത് സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞുള്ള സാഹചര്യമാണ് പാറൽ പള്ളി വരയ്ക്കുള്ള പാറൽ ജംഗ്ഷൻ മുതൽ. അപ്പോൾ ആ ഭാഗത്തുള്ള പൈപ്പ് മാറ്റിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കമ്മിറ്റി യോഗം ചേർന്ന് 2 മാസം മുമ്പ് തന്നെ ഇവിടെ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരാതി നൽകിയ ഒരു കമ്മിറ്റി കൂടി അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എസ്റ്റിമേറ്റ് പ്രകാരം ഞങ്ങളോട് പറഞ്ഞത് വൈകാതെ തന്നെ അതിനാവശ്യമായ പമ്പ് മെയിൻ ഇപ്പോൾ മാറ്റി സ്ഥാപിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് പ്രകാരം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വരുന്ന പദ്ധതി നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ പ്രകാരം നടത്തിയിട്ടുള്ള നമ്മുടെ 30 ലക്ഷം രൂപയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ചാണ് അദ്ദേഹം വാക്കായിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ടെൻഡർ നടപടി സ്വീകരിക്കുന്നതാണ്. റോഡ് നവീകരണത്തിന് ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ 30 ലക്ഷവും MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്.
ഈ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പായി ദ്രവിച്ച പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെയിൻ പമ്പിംഗ് ലൈനിലെ 1 കിലോമീറ്ററിലധികം വരുന്ന ഭാഗത്ത് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അടുത്ത ദിവസം ജലനിധി സ്കീം ലെവൽ കമ്മിറ്റി യോഗം ചേർന്ന് പരിഹാര നടപടികൾ തീരുമാനിക്കും. എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രവൃത്തികൾ ചെയ്യുമെന്ന് ജലനിധി ഈസ്റ്റ് മണലായ സ്കീം ലെവൽ കമ്മിറ്റി പ്രസിഡന്റ് KK മജീദ്, വൈസ് പ്രസിഡന്റ് M രവി, ജോയിന്റ് സെക്രട്ടറി CP നാസർ എന്നിവർ പറഞ്ഞു. കമ്മിറ്റി നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ കമ്മിറ്റി ഉണ്ട്. ഓരോ ആൾക്കാർ ഓരോ ഭാഗത്തില്ലേ. ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല. മറ്റന്നാൾ അതിന്റെ തീരുമാനം ഉണ്ടാവും. അത് ആ കമ്മിറ്റി അറിയിപ്പിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനെ പൈപ്പിന് കൊട്ടേഷൻ കൊടുത്തു. പൈപ്പിന് കൊട്ടേഷൻ കൊടുത്തിട്ട് 3 കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നല്ല ഏതാണോ അതെടുക്കും. അതെടുത്ത് പൈപ്പ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പണി തുടങ്ങും. റോഡ് പണിയെടുത്തതിന് ശേഷം അത് ലീക്കായി കഴിഞ്ഞാൽ വലിയ പൊളിക്കൽ വരാൻ പാടില്ല. അതുകൊണ്ട് പമ്പിംഗ് ലൈന് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ഡിമാൻഡ്. അതാണ് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത്. പമ്പിംഗ് ലൈനിൻ്റെ കാര്യത്തിൽ തീരുമാനം ആക്കാം എന്നുള്ളത് പ്രസിഡന്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കൊടുത്തു. ആ എസ്റ്റിമേറ്റ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ഇന്നലെ കിട്ടി. ആ കിട്ടിയതുമായി ഉള്ള ചർച്ചയ്ക്കാണ് അവരിന്ന് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മളെ ജലനിധിയുടെ കമ്മിറ്റി കൂടി ആ കമ്മിറ്റി തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് പൈപ്പിന് കൊട്ടേഷൻ വിളിച്ച് ആ വർക്ക് നമ്മൾ പദ്ധതി തന്നെ നേരിട്ട് നടത്തും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോൺ കലോത്സവം കലാരഥം മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് കോളേജിൽ തുടങ്ങി. രചനാ മത്സരങ്ങളോടെയാണ് കലോത്സവം ആരംഭിച്ചത്. ഉപന്യാസം, എംബ്രോയിഡറി, കാർട്ടൂൺ, ഫോട്ടോഗ്രാഫി, പെയിന്റിംഗ്, കവിതാരചന, പോസ്റ്റർ മേക്കിംഗ്, ചെറുകഥാ രചന, അക്ഷരശ്ലോകം എന്നീ മത്സരങ്ങളാണ് ചൊവ്വാഴ്ച നടത്തിയത്. പൂക്കള മത്സരം, ക്വിസ് മത്സരം, ക്ലേ മോഡലിംഗ്, അറബി, ഉറുദു, തമിഴ് പ്രസംഗം, രംഗോലി, കൊളാക് ഡിബേറ്റ് എന്നിവ ബുധനാഴ്ച നടക്കും. വ്യാഴാഴ്ചയാണ് സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഫെബ്രുവരി 1 വരെയാണ് കലോത്സവം. ഭരതനാട്യം, മൈമിംഗ്, മോഹിനിയാട്ടം, ക്ലാസിക്കൽ ഡാൻസ്, കുച്ചിപ്പിടി, കഥക്, മണിപ്പൂരി, ലൈറ്റ് മ്യൂസിക്, ഫീമെയിൽ ക്ലാസിക് മ്യൂസിക്, മെയിൽ മോണാക്ട്, മിമിക്രി, കഥാപ്രസംഗം എന്നിവയാണ് വ്യാഴാഴ്ചത്തെ പരിപാടികൾ. വൈകിട്ട് 6-ന് കലോത്സവം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 31-ന് കേരള നടനം, ഫോക്ക് ഡാൻസ്, മെയിൽ ഡ്രാമ, സ്കിറ്റ്, ഗ്രൂപ്പ് സോങ് ഇന്ത്യൻ, ഗ്രൂപ്പ് സോങ് വെസ്റ്റേൺ, മാപ്പിളപ്പാട്ട്, സംഘഗാനം, ഫോക്ക് സോങ്, ദേശഭക്തി ഗാനം എന്നിവയാണ് 31-ലെ മത്സര ഇനങ്ങൾ. തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അണ്ടർപാസ് സൗകര്യങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ MP. പാണ്ടിക്കാട്, പോരൂർ, കാളിക്കാവ് പഞ്ചായത്തുകളിൽ ഉള്ളവർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ നിലവിലെ അവസ്ഥ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് നാട്ടുകാരോട് സംസാരിക്കുകയായിരുന്നു MP. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന സ്റ്റേഷനാണ് തൊടികപ്പുലത്തെ ഹാൾട്ട് സ്റ്റേഷൻ. പാണ്ടിക്കാട്, പോരൂർ, കാളികാവ് എന്നീ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്നു വേണം ഇരു പ്രദേശങ്ങളിൽ ഉള്ളവർക്കും അപ്പുറവും ഇപ്പുറവും എത്താൻ. തീവണ്ടി ഇല്ലാത്ത സമയങ്ങളിൽ ആളുകൾക്ക് ട്രാക്ക് മുറിച്ചു കടക്കാൻ വലിയ പ്രയാസമില്ലെങ്കിലും വാഹനങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റണം. അണ്ടർപാസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അത് ഇന്നും ആവശ്യം മാത്രമായി നിലനിൽക്കുകയാണ്. അണ്ടർപാസ് യാഥാർത്ഥ്യമായാൽ വലിയ തരത്തിലുള്ള ഉപകാരമാണ് നാട്ടുകാർക്ക് ഉണ്ടാവുക. ചൊവ്വാഴ്ച റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ET മുഹമ്മദ് ബഷീർ MPയോടും നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതും ഇക്കാര്യമാണ്. പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി മേഖലയിൽ ഉള്ളവരും കാളികാവ് പഞ്ചായത്തിലെ പൂങ്ങോട് മേഖലയിൽ ഉള്ളവരും പോരൂർ പഞ്ചായത്തിലെ താളിയംകുണ്ട് ഭാഗങ്ങളിൽ ഉള്ളവരും റെയിൽവേ യാത്രയ്ക്കായി ആശ്രയിക്കുന്നതും തൊടികപ്പുലം സ്റ്റേഷനെയാണ്. എന്നാൽ പലർക്കും ഇങ്ങനെയൊരു സ്റ്റേഷൻ ഉണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ്. ഇവിടെ ശുചിമുറിയൊരുക്കൽ, കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, സുഗമമായി എത്താനുള്ള പടികൾ നിർമ്മിക്കൽ, ഹൈമാസ്റ്റ് സംവിധാനം ഒരുക്കൽ, കോട്ടയം, നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ തുടങ്ങിയവ സംബന്ധിച്ചും MP ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കുമെന്നും വിഷയം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MP പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഗതി ഇവിടെ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നടത്തിയാൽ ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ സംഗതി നിങ്ങൾ പറഞ്ഞു ദാറ്റ്സ് മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അത് നിങ്ങൾ ഫീസിബിലിറ്റി നിങ്ങൾ ഈ തത്വത്തിൽ അംഗീകരിച്ചിട്ട് ഫീസിബിലിറ്റി ചെയ്ത് അങ്ങനെയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ 2-3 കോറി ചോദിച്ചിട്ടുണ്ടെന്ന് അതുപോലെ കോപ്പി എനിക്കും തരിക. ഞാൻ അവരും ബന്ധപ്പെട്ട ഓഫീസേഴ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവർ പറഞ്ഞിട്ടുള്ള ചെറിയ മറ്റു കാര്യങ്ങൾക്ക് ഒന്ന് ലൈറ്റിൻ്റെ സംഗതി, പിന്നെ മറ്റേത് കുടിവെള്ളത്തിൻ്റെ സംഗതി. വി വിൽ ഡു ഇറ്റ് ബിക്കോസ് ചെറിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് കിണർ ഉണ്ടല്ലേ? കിണറുണ്ട്. അത് നിങ്ങൾക്ക് അതിന് എത്രത്തോളം കിണറിൻ്റെ നല്ല ക്ലീനായിട്ട് ഓക്കെ. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ, വൈസ് പ്രസിഡന്റ് KK സദക്കത്ത്, റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അളഗർ സ്വാമി, അസിസ്റ്റന്റ് കൊമേഴ്ഷ്യൽ മാനേജർ അനിത ജോസ്, P സുനീർ, V മജീദ്, PR രോഹിൽനാഥ്, PH ഷമീം, KT ഗിരീഷ് ബാബു, E സഫീർ ജാൻ, മുസ്തഫ തങ്ങൾ, TC കുഞ്ഞാണിപ്പ, കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ്, TH ബാപ്പുട്ടി തുടങ്ങിയവരും MP-ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അറ്റാശ്ശേരി 17-ാം വാർഡിൽ PMKSY പദ്ധതിയിൽ 38 ലക്ഷം രൂപ വകയിരുത്തി കിഴക്കുംപുറം മണ്ണാത്തിപ്പാറയിൽ പനാന്തോടിന് കുറുകെ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിൻ്റെ പ്രവൃത്തികൾ ഇതുവരെയും ആരംഭിക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധം. 38 ലക്ഷം രൂപ ലാപ്സായി പോകുമോ എന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ. PMKSY പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ പ്രദേശത്ത് ചെക്ക് ഡാം നിർമ്മിക്കാൻ തുക വകയിരുത്തിയിരുന്നുവെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും പ്രാരംഭ പ്രവൃത്തികൾ പോലും ആരംഭിക്കാത്തതാണ് പ്രദേശത്തെ കർഷകരെ ദുരിതത്തിലാക്കുന്നത്. ഈ തടയണ 3 വർഷം മുന്നേ ഇവിടെ ഒരു തടയണ ഇവിടേക്ക് വന്നതാണ്. അതൊരു TPRന്റെ പ്രശ്നം പറഞ്ഞിട്ട് താഴത്തേക്ക് പോയി. അത് വീണ്ടും ഈ കൃഷിക്കാരൊക്കെ ആവശ്യാർത്ഥം ഇവിടെ തന്നെ തടയണ TPR മാറ്റി വന്നിട്ട് ഇപ്പോൾ 1 വർഷമാവാറായി. ഇനിയും ആ പണി തുടങ്ങണില്ല. ഇനിയിപ്പോൾ ആ പണി തുടങ്ങില്ലതോ ഈ മാർച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് ലാപ്സാവോ എന്നോ അതാണ് ഞങ്ങളെ പേടി. ഈ കൃഷിക്കാർ ഒരു 10-25 ആൾക്കാർ 10-40 ആൾക്കാരെ കൃഷിഭൂമിയുണ്ട്. നെല്ല് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ വെള്ളമല്ലാതെ വേറെ വെള്ളം കിട്ടാൻ ഒരു പാകമല്ല. അപ്പോൾ ഈ തടയണയുടെ ഫണ്ട് ഇവിടുന്ന് ലാപ്സായാൽ ആ കൃഷിക്ക് വെള്ളം കിട്ടില്ല. കൃഷിക്കാർ ആ ബുദ്ധിമുട്ടും പേടിയും കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ്. ഈ വേനൽക്കാലം പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ ഫണ്ട് ലാപ്സാവുന്ന കേൾക്കണത്. 3 വർഷമായി ഈ തടയണ ഇവിടെ നിന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി മുന്നോട്ട് പോക്കിടങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ലാപ്സായി പോവാതിരിക്കാനാണ് ഈ ജനങ്ങൾ പ്രക്ഷോഭം. ഇനി വേറെ എന്തെങ്കിലും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അതും ഇറങ്ങാൻ തയ്യാറാണ് ഇവിടുത്തെ ജനങ്ങൾ. ചീർത്തടം വരെ ഉള്ള പഴയ കാലത്തൊക്കെ വെള്ളം പോയായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോഴും ഈ ഫണ്ട് ലാപ്സായി നമുക്ക് ഇത് മുന്നോട്ട് പോകണം വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുപാട് ശ്രമിച്ചായിരുന്നു. അതുകൊണ്ട് 2-3 കൊല്ലമായി ഇത് ഇങ്ങനെ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കലും കുറേ ചർച്ച ചെയ്യലും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് ഇനി നാളെ മേലൊക്കെ ഇത് ഇവിടെ തന്നെ വേണമെന്നുള്ളത് എല്ലാവരും ജനങ്ങളെ എല്ലാവരും കൂടി ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഇത് ബ്ലോക്കിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പ് വന്നത്. അപ്പോൾ അത് താഴത്തേക്ക് കൃഷിയുണ്ട്, ഏകദേശം നെൽകൃഷിയുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. അപ്പോൾ അത് കാരണം മുന്നോട്ട് ഇതേമാതിരി നല്ല ഉറപ്പായിട്ട് ഈ ഫണ്ട് ഇവിടെ തന്നെ വിനിയോഗിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. ആദ്യം മൂച്ചിക്കുഴി പാലത്തിന് സമീപം നിർമ്മിക്കാനാണ് പദ്ധതി രേഖയിൽ നിർദ്ദേശിച്ചിരുന്നതെങ്കിലും പ്രദേശത്തെ മുഴുവൻ കൃഷിഭൂമിയിലേക്കും വെള്ളമെത്തിക്കാൻ കഴിയുകയില്ല എന്നതിനാൽ DPRൽ മാറ്റം വരുത്തി ഏറ്റവും ഉയർന്ന പ്രദേശമായ കിഴക്കുംപുറത്ത് ചെക്ക് ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇതിനിടയിൽ തോട് പുഴയിൽ ചെന്നെത്തുന്നതിന്റെ ഏതാനും മീറ്ററുകൾക്കിപ്പുറം പ്രവൃത്തി നടപ്പാക്കണമെന്ന് ചിലർ തർക്കമുന്നയിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതിന് കാലതാമസം വരുത്തി. പിന്നീട് ജനപ്രതിനിധികൾ, നീർത്തടാക കമ്മിറ്റി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിളിച്ച ഗുണഭോക്താക്കളുടെ യോഗത്തിൽ കിഴക്കുംപുറം ഭാഗത്ത് തടയണ നിർമ്മിക്കാൻ ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിരേഖ പുനഃപരിശോധനയ്ക്ക് അയക്കുകയും കിഴക്കുംപുറത്ത് തന്നെ ചെക്ക് ഡാം നിർമ്മിക്കാൻ അനുമതി ലഭിക്കുകയും ഉണ്ടായി. എങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് പദ്ധതി നടപ്പാക്കുന്നത് നീണ്ടുപോകുകയാണെന്നും ആരോപണമുണ്ട്. ആദ്യം DPRലുണ്ടായിരുന്ന മൂച്ചിക്കുഴി ഭാഗത്ത് കർഷകർക്ക് പ്രയോജനപ്പെടില്ല അവിടുത്തെ തടയണ എന്നുള്ളതിനാൽ, അവിടെ നിർമ്മിച്ചാൽ അത് പ്രയോജനപ്പെടില്ല എന്നുള്ളതിനാൽ അത് DPRൽ ആവശ്യമായ മാറ്റം വരുത്തി പ്രദേശത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമായ കിഴക്കുംപുറം മണ്ണാത്തിപ്പാറയിൽ സ്ഥാപിക്കാൻ കർഷകരും ജനപ്രതിനിധികളും നിർവഹണ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഒരു യോഗത്തിൽ തീരുമാനമുണ്ടാകട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ DPRൽ മാറ്റം വന്ന് കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. DPRൽ മാറ്റം വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും
നാളിതുവരെ അതിൻ്റെ ഒരു പ്രവൃത്തിയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാര്യം കൊണ്ട് തന്നെ ഈ പ്രദേശത്തെ കർഷകരും സാധാരണക്കാരായ ജനങ്ങളും വലിയ ആശങ്കയിലാണ്. പ്രോജക്റ്റ് ഇവിടുന്ന് മുടങ്ങിപ്പോകുന്നുള്ള തരത്തിലുള്ള ആശങ്കയിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇതോടൊപ്പം DPRൽ ഉണ്ടായിരുന്ന പുലിക്കിലാട് അയ്യപ്പൻകാവ് കുളം ഉൾപ്പെടെ ഉള്ള പദ്ധതികളൊക്കെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം വരെ കഴിഞ്ഞപ്പോഴും ഈ കിഴക്കുംപുറം മണ്ണാത്തിപ്പാറയിൽ തടയുന്നതിനോടുള്ള ഈ ചിറ്റമ്മ നയം എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതോടൊപ്പം DPRൽ ഉണ്ടായിരുന്ന കുലിക്കിലിയാട് അയ്യപ്പൻകാവ് കുളം ഉൾപ്പെടെയുള്ളവ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴും കിഴക്കുംപുറം മണ്ണാത്തിപ്പാറ തടയണയോട് അവഗണന കാണിക്കുകയാണെന്ന് INTUC കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പറഞ്ഞു. പ്രവൃത്തി ആരംഭിക്കാത്തത് കാരണം പദ്ധതി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഒറ്റപ്പാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളുടെ സമർപ്പണം ജനുവരി 30 ഗാന്ധി സമാധി ദിനത്തിൽ നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാര സമർപ്പണം നടത്തുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളുടെ വിതരണമാണ് ജനുവരി 30 മനുശ്ശേരി വരിക്കാശ്ശേരി മനയിൽ വെച്ച് വൈകിട്ട് 5 മണി മുതൽ 10 മണി വരെ നടക്കുന്നത്. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരത്തിന് കവിയും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനനന്മ സ്വരരാഗം ഖത്തർ പ്രഥമ സംഗീത പുരസ്കാരത്തിന് സംഗീത സംവിധായകൻ മോഹൻ സിത്താരയും സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററും തിരഞ്ഞെടുക്കപ്പെട്ടു. 20,025 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. കൂടാതെ ജനനന്മ കാരുണ്യസ്പർശ പുരസ്കാരത്തിന് ഗോപി ലക്കിടി എന്നറിയപ്പെടുന്ന P. ഗോപാലകൃഷ്ണനും അർഹനായി. 5,025 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 30 വൈകിട്ട് 5 മണി മുതൽ പുരസ്കാര സന്ധ്യയ്ക്ക് തുടക്കമാകും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യ കലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരങ്ങളുടെ സമർപ്പണം നടത്തും. മലയാള ചലച്ചിത്ര മേഖലയിൽ രചനാ വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ ഹൃദയഭംഗി ചാർത്തിയ കവിയും സംവിധായകനും നിർമ്മാതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. 7ാമത്തെ 2021 ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകാൻ തീരുമാനിച്ചു. കവി P.T. നരേന്ദ്രമേനോൻ, സംഗീതജ്ഞ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ, മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം ഡോക്ടർ അജയ്പുരം ജ്യോതിഷ് കുമാർ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ചിത്രകലാ വിഭാഗം മേധാവി സുരേഷ് K. നായർ, ജനനന്മ ചെയർമാൻ ജാഫർജി എന്നിവരടങ്ങിയ ജൂറിയാണ് ഈ സംസ്ഥാനതല പുരസ്കാരത്തിന് ശ്രീകുമാരൻ തമ്പിയെ തെരഞ്ഞെടുത്തത്. ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖഫലകവും 25,000 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ജനുവരി 30 ഗാന്ധി സമാധി ദിനത്തിൽ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രിയും ഗാന്ധിയനുമായ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കവിയും അഭിഭാഷകനുമായ P.T. നരേന്ദ്രമേനോൻ അധ്യക്ഷനാവും. മുൻ MLA M. ഹംസ, സംഗീതജ്ഞ സുകുമാരി നരേന്ദ്രമേനോൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരാകും. പുരസ്കാര സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് നൃത്ത സംഗീത വിരുന്നും അരങ്ങേറും. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ജാഫർ G, സംഘാടക സമിതി ജനറൽ കൺവീനർ P.K. ദേവസി, ട്രസ്റ്റ് വൈസ് ചെയർമാൻ പുന്നടിയിൽ രവികുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് അടയ്ക്കാപ്പത്തൂർ തുടങ്ങിയവരും പങ്കെടുത്തു. പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. നേർച്ച കാണാൻ എത്തുന്നവർക്കായി കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാനും തീരുമാനിച്ചു. പട്ടാമ്പി 111ാമത് നേർച്ചയുടെ മുന്നോടിയായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗമാണ് പട്ടാമ്പി നഗരസഭയിൽ വച്ച് ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വൈസ് ചെയർമാൻ T.P. ഷാജി, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, പട്ടാമ്പി തഹസിൽദാർ കിഷോർ, CI പത്മരാജൻ, SI മണികണ്ഠൻ, വില്ലേജ് ഓഫീസർ K. അനിൽകുമാർ, ജോയിന്റ് RTO K. A. രാജു, KCB AE KT സുരേഷ്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ മുനവീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ്, പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ലാവണ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഹാൻഡ് റെയിൽ, ബാരിക്കേഡുകൾ തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങളിൽ കയറി നേർച്ച വീക്ഷിക്കുന്നത് പൂർണ്ണമായും തടയണമെന്നും ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത ബിൽഡിംഗുകളിൽ അടിയന്തരമായി അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നേർച്ച കൊണ്ടാടുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. ബുദ്ധിമുട്ടുകളോടുകൂടി ഈ കോവിഡ് സമയത്ത് നമുക്ക് നടത്താൻ പറ്റിയില്ല. ഈ ശേഷം നടത്തുന്നതിലേക്ക് ചെറിയ അപാകതകൾക്ക് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് സന്തോഷകരമായിട്ടാണ് വേണ്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതൊരു സന്തോഷം ഇല്ലാത്ത രീതിയായി മാറിപ്പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് വേണ്ടത്. അത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് എന്താ പറയുക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ
നമുക്ക് സാധിക്കണം. പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ ദേശീയോത്സവം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരം സൂചിപ്പിച്ചു, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളുടെയും ഹരിതകർമ്മസേനയുടെ എല്ലാവരുടെ സഹായത്തോടു കൂടി ഏകദേശം നേർച്ച കഴിഞ്ഞ പ്രതീതിയെ പിറ്റേസം രാവിലെ ആയപ്പോഴത്തേക്ക് അത്രയും ഗംഭീരമായി നല്ല വൃത്തിയാക്കിയും കൊണ്ട് നല്ല രീതിയിൽ അവരുടെ പ്രയത്നം ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി. പ്ലാസ്റ്റിക്കുകളൊന്നും റോഡിൽ വലിച്ചെറിയുന്നൊക്കെ അവർ എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിക്കൊണ്ടുപോയി. അതിന്റെ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളെ പ്രത്യേകം അഭിനന്ദിക്കുക. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ജനകീയ കലാപ്രസ്ഥാനമായ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. ഈ മാസം 30-നാണ് ശില്പശാല നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്ര സ്മരണകൾ ഇരമ്പുന്ന കൊപ്പം മണ്ണേങ്ങോട് ഇപിയുടെ മാവിൻചുവട്ടിൽ വെച്ചാണ് ഏകദിന ശില്പശാല നടത്തുന്നത്. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ കലാകാരന്മാർ രൂപം കൊടുത്ത ജനകീയ കലാപ്രസ്ഥാനമാണ് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ. കലകളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സംഘടനയുടെ പ്രവർത്തനം. സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ജില്ലാതല ശില്പശാലകൾ നടത്തുന്നത്. പാലക്കാട് ജില്ലാതല ശില്പശാല 30-ന് രാവിലെ 10 മുതൽ ആരംഭിക്കും. പ്രഭാഷകനും എഴുത്തുകാരനുമായ അജിത്ത് കോളാടി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മൂസിൻ MLA, OK സെയ്തലവി, ചലച്ചിത്ര സംവിധായകൻ R ജയകുമാർ, CP മനേക്ഷ തുടങ്ങിയവർ പങ്കെടുക്കും. സമര ചരിത്രത്തില് ഇപ്റ്റയ്ക്ക് അതിൻ്റെതായ വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ആ ഒരു കാരണം കൂടി വെച്ചിട്ടാണ് പട്ടാമ്പിയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള സഖാവ് ഇപിയുടെ ചരിത്രം ഇരമ്പുന്ന മാവിൻ ചുവട്ടിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാമെന്ന് ഇപ്റ്റയുടെ ജില്ലാ കമ്മിറ്റി ഐകകണ്ഠ്യേന തീരുമാനിച്ചത്. മാത്രമല്ല, ഈ വാതിലുകൾ കൊട്ടിയടച്ച ഹാളിൽ നിന്നും ഒരു സാംസ്കാരിക തനിമയുള്ള വീട്ടുമുറ്റത്തേക്ക് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ഇപ്റ്റയുടെ പരിപാടികൾ മാറ്റുക എന്നുള്ളതിൽ ഒരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രകൃതിയും അതിനോടനുബന്ധിച്ച അനുഭവങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും എന്തിനേറെ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും അത്രമേൽ പരിഗണിക്കപ്പെടേണ്ട ഒന്നല്ല എന്നൊരു ചിന്താഗതി ഒരു വലിയ വിഭാഗം വെച്ചു പുലർത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K കരുണാകരൻ, KC അരുണ, ഹംസ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയ്ക്ക് പട്ടാമ്പിയിൽ വേദിയൊരുങ്ങുന്നു. ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് ഭക്ഷ്യമേള നടക്കുന്നത്. മേലെ പട്ടാമ്പിയിൽ സജ്ജമാക്കുന്ന ഭക്ഷ്യമേളയിൽ ജില്ലയിലെ 30 കുടുംബശ്രീ സംരംഭകരാണ് രുചിയുടെ കലവറ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പരിപാടിയുടെ വിപുലമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീയുടെ കരുത്തും കഴിവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതിനും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി എന്നുള്ള നിലക്കും ഒക്കെയാണ് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്. നമ്മൾ സരസ് മേളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സരസ് മേള ഇപ്പോൾ വളരെ റീസെന്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ലഭ്യമാകില്ല. അതുകൊണ്ടാണ് ജില്ലാതലത്തിലുള്ള കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യമേള അത് പട്ടാമ്പിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. 30ഓളം സ്റ്റാളുകളിൽ പ്രദർശനം, വിപണനം എന്നിവ ഉണ്ടാകും. കുടുംബശ്രീയുടെ വിവിധ കഫേ യൂണിറ്റുകളുടെ രുചികരമായ വിഭവങ്ങളും തനത് ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കും. ലൈവ് ഫുഡ് സ്റ്റാളുകളും ചെറുധാന്യ വിഭവങ്ങളുടെ പ്രത്യേക സ്റ്റാളും മേളയിൽ പ്രവർത്തിക്കും. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ട്രേഡ് ഫെയറും ഉണ്ടാകും. മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായി MK ബേബി ഗിരിജ, V രമണി, രതി ഗോപാലകൃഷ്ണൻ, ആനന്ദവല്ലി, തഹസിൽദാർ TP കിഷോർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി നിറവിൽ.
ഫെബ്രുവരി 23, 24 തീയതികളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി 31 വെള്ളിയാഴ്ച വിപുലമായ സംഘാടക സമിതിയും രൂപീകരിക്കുമെന്ന് PTA ഭാരവാഹികളും സ്കൂൾ അധ്യാപകരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 23, 24 തീയതികളിലായാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നത്. 23 രാവിലെ മുതൽ വൈകിട്ട് വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. 24 മുൻകാല അധ്യാപകരെ ആദരിക്കൽ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ, റിട്ടയർമെന്റ് ചെയ്യുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ്, MT വാസുദേവൻ നായർ അനുസ്മരണം എന്നിവയും സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി ജനുവരി 31 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 സ്കൂളിൽ വെച്ച് സംഘാടക സമിതി യോഗം ചേരുമെന്ന് PTA ഭാരവാഹികളും അധ്യാപകരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 31-ാം തീയതി വെള്ളിയാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുഴുവൻ ആളുകളെയും പരമാവധി ആളുകളെ ഈ വിവരം പത്രസമ്മേളനത്തിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും അറിയിക്കുകയും പരമാവധി ആളുകളെ നേരിൽ ബന്ധപ്പെടാനും ശ്രമിച്ചുകൊണ്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ജനുവരി 31-ാം തീയതി വിളിച്ചു ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രസ്തുത പരിപാടിയുടെ സംഘാടക സമിതി യോഗവും അന്ന് നടക്കുകയാണ്. വളരെ വിപുലമായി, നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം എല്ലാവരുടെയും മനസ്സിൽ ഓർത്തുവെക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഐക്യകണ്ഠമായിട്ടുള്ള തീരുമാനം. ആ തീരുമാനം പട്ടാമ്പിയുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ പ്രത്യേകിച്ച് പട്ടാമ്പിയിലെ പത്രമാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണവും പിന്തുണയും കൂടെയുണ്ടാകും. പ്രിൻസിപ്പൽ വിജയൻ, ഹെഡ് മിസ്ട്രസ് രാധ, PTA പ്രസിഡന്റ് സിയറാസി, കൃഷ്ണദാസ്, ഹക്കീം, ബിനി, പ്രശാന്ത് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധമായ പെരിന്തൽമണ്ണ പുത്തനങ്ങാടി ശുഹദ നേർച്ചയ്ക്ക് കൊടിയേറി. ശുഹദ ഇസ്ലാമിക് കോളേജിൽ 15-ാം വാർഷിക സന്നദ്ധാന സമ്മേളനത്തിനും തുടക്കമായി. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പുത്തനങ്ങാടി ശുഹദാക്കളുടെ ആണ്ടുനേർച്ചയും ശുഹദ ഇസ്ലാമിക് കോളേജ് 15-ാം വാർഷിക സന്നദ്ധാന സമ്മേളനവും തിങ്കളാഴ്ച തുടങ്ങി. വൈകിട്ട് മക്കാം സിയാറത്തിന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പണ്ഡിതന്മാരും നൂറുകണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മഹൽ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി കൊടി ഉയർത്തി. ശുഹദ ഇസ്ലാമിക് കോളേജിന്റെ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത ജനറൽ സെക്രട്ടറി K. ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 15 പതാകകൾ ഉയർത്തി. ഫെബ്രുവരി 2 വരെയാണ് ഈ വർഷത്തെ നേർച്ചയോടനുബന്ധിച്ച പരിപാടികൾ നടക്കുന്നത്. 1000 വർഷം പഴക്കമുള്ള 2 പള്ളികളും ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കൾ, സെയ്തന്മാർ, പണ്ഡിതന്മാർ തുടങ്ങിയവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറകൾ ദിവസവും നിരവധി വിശ്വാസികളാണ് സന്ദർശിക്കുന്നത്. നേർച്ച ആരംഭിച്ചതോടെ ജാതിമത വ്യത്യാസമില്ലാതെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ നേർച്ചയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേരും. രാത്രി നടന്ന സ്വലാത്ത് മജ്ലിസിന് സെയ്ദ് ഷാഹുൽ ഹമീദ് ജമലുലൈലി തങ്ങൾ താനൂർ നേതൃത്വം നൽകി. ആദ്യ ദിവസം പരിപാടികൾക്ക് മഹൽ ഖത്തീബ് സുബൈർ ഫൈസി, ജാഫർ ഹൈതമി, മഹൽ ജനറൽ സെക്രട്ടറി പാതാരി ഹംസബ ഹാജി, കുഞ്ഞുമൊയ്തീൻ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊല. രക്ഷപ്പെട്ട പ്രതി ചെന്താമരയെ ചൊവ്വാഴ്ച രാത്രി വരെയും കണ്ടെത്താനായില്ല. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ച് പോലീസ്. മണ്ണാർക്കാട് പാലക്കയം ഇരുമ്പകച്ചോലയിൽ പുലി സാന്നിധ്യമുള്ളതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ആടിനെ കടിച്ചു കൊന്നത് പുലി തന്നെ. പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ചെർപ്പശ്ശേരി നഗരസഭയിൽ MCF നിർമ്മിക്കുന്നതിന് കാറൽമണ്ണയിലെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം. UDFന്റെ അഴിമതി ആരോപണങ്ങൾ വികസനത്തിന് തടയിടാനെന്ന് നഗരസഭാ ചെയർമാൻ. വേറെ സ്ഥലമുണ്ടെങ്കിൽ UDFന് പ്രപ്പോസൽ ചെയ്യാമെന്നും ചെയർമാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി S1 കലോത്സവം മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ തുടങ്ങി. വിവിധ രചനാ മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത്. വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. കുറ്റപ്പാലത്ത് റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സർക്കാരിന്റെ അനാസ്ഥയെന്ന് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.